ജയ 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 ഹേ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ദീപു പ്രദീപാണ്. ഛായാഗ്രഹണം നീരജ് രവിയും സംഗീതം അൻകിത് മേനോനുമാണ് ചെയ്തിരിക്കുന്നത്. സംവിധായകന്റെ മറ്റു ചിത്രങ്ങൾ പോലെ തന്നെ ചിരിയുടെ മാലപ്പടക്കം ആരംഭത്തിലേക്ക് കത്തിച്ച് അവസാനം വരെ ചീറ്റിപ്പോകാതെ അത് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു. മികച്ച തിരക്കഥയ്ക്കൊപ്പം അഭിനേതാക്കളുടെ മികച്ച പ്രകടനം കൂടെ വന്നപ്പോൾ കാണുന്ന പ്രേക്ഷകനും സിനിമ അതിന്റെ തനിമയിൽ തന്നെ ആസ്വദിക്കാനായി. ചില കാര്യങ്ങൾ പ്രഡിക്റ്റബിൾ ആയിരുന്നുവെങ്കിലും അവതരണ ശൈലി കൊണ്ട് സംവിധായകൻ തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നുണ്ട്. ഒരു കല്യാണത്തെ ചുറ്റിപ്പറ്റി പോകുന്ന കഥാപരിസരം നർമ്മത്തിൽ ചാലിച്ച് മലയാളത്തിലെ ഒരുപിടി മികച്ച അഭിനേതാക്കളെ ഉൾപ്പെടുത്തി വിപിൻ ദാസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചപ്പോൾ ചിത്രം കാണുന്ന പ്രേക്ഷകർ ഒരിക്കലും നിരാശപ്പെട്ട് തിയേറ്ററിൽ നിന്നും ഇറങ്ങാൻ വഴിയില്ല. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ, ജഗദീഷ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഇവർക്കൊപ്പം യോഗി ബാബു നല്ലൊരു വേഷം ചിത്രത്തിൽ ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജും ബേസിൽ ജോസഫും തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ നല്ല രീതിയിൽ തന്നെ ചിത്രത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു അഭിനേതാവ് എന്ന നിലയിലുള്ള ബേസിൽ ജോസഫിന്റെ പ്രകടനം നമ്മൾ കണ്ടതാണ്. ഇവിടെയും പതിവ് തെറ്റിക്കാതെ ലഭിച്ച കഥാപാത്രം അതിന്റെ പക്വതയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പൃഥ്വിരാജും കിട്ടിയ കഥാപാത്രം നന്നായി തന്നെ ചെയ്തു. എടുത്തു പറയേണ്ട നിരവധി കഥാപാത്രങ്ങൾ ചിത്രത്തിലുണ്ട്. ജോയ് മോൻ, സിജു സണ്ണി തുടങ്ങിയവരും മനോഹരമായി തന്നെ കിട്ടിയ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. വിപിൻ ദാസ് എന്ന സംവിധായകൻ തന്റെ കഴിവ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നർമ്മത്തിൽ അല്പം കാര്യവുമായി തന്റെ പതിവ് ശൈലി ഇവിടെയും തുടർന്നു കൊണ്ടുപോകുന്നത് കാണാം. ദീപു പ്രദീപിന്റെ രചനയും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അൻകിത് മേനോന്റെ സംഗീതം ചിത്രത്തിന്റെ ആസ്വാദനത്തിന് വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ തന്റെ പഴയ പാട്ടുകൾക്കൊപ്പം നിർത്താൻ തക്കമുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അവധിക്കാലത്ത് എല്ലാവരുമൊത്ത് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. എല്ലാവർക്കും ചിത്രം ഇഷ്ടപ്പെടുക എന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിപിൻ ദാസിന്റെ ജയ 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 ഹേ പോലുള്ള ചിത്രങ്ങൾ ഇഷ്ടമായവർക്ക് ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിരാശ സംഭവിക്കാൻ വഴിയില്ല. മലയാള സിനിമയുടെ വിജയക്കുതിപ്പ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിലൂടെ തുടരട്ടെ.